നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് CPM ആവശ്യപ്രകാരമെന്ന് വെളിപ്പെടുത്തൽ. ഇടപെടൽ നടത്തിയത് ജോൺ ബ്രിട്ടാസ് വഴിയെന്ന മനോരമ മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയം. തിരുവഞ്ചൂരാണ് ആദ്യം വിളിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ്. ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് താനെന്ന് ചെറിയാൻ ഫിലിപ്പ്. CPM സമരം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചെന്ന നിലപാട് ആവർത്തിച്ച് ജോൺ മുണ്ടക്കയം. വെളിപ്പെടുത്തൽ വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ മാധ്യമപ്രവർത്തകൻ. യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം മറ്റന്നാൾ നാട്ടിലെത്തിക്കും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. ഭൗതിക ശരീരം എത്തിക്കുന്നത് വിലാപയാത്രയായി. മോദി പ്രധാനമന്ത്രിയാവില്ലെന്ന് രാഹുൽ ഗാന്ധി. പ്രതികരണം ന്യൂസ് 18നോട്. NDAക്ക് 180 മുതൽ 200 സീറ്റിൽ കൂടില്ല. പ്രധാനമന്ത്രിയെ ഇന്ത്യ മുന്നണി തീരുമാനിക്കുമെന്നും രാഹുൽ ഗാന്ധി. കെ സുധാകരനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ മാറ്റം ആവശ്യപ്പെടും. പ്രതിപക്ഷ നേതാവും മാറണമെന്ന തിരിച്ചടി നൽകാൻ സുധാകര പക്ഷം. സസ്പെൻഡ് ചെയ്തതിനെതിരെ A ഗ്രൂപ്പ് പിന്തുണയോടെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ലത്തീഫ്. സംസ്ഥാനത്ത് മഴ കടുക്കും. തിങ്കളും ചൊവ്വയും തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ കേസ്. വിരലിന് പകരം വായിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് അറിയിച്ചില്ലെന്ന് കുടുംബം. മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതര പിഴവ്. നാവിനടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതല്ലോ. ഇല്ല, ഇപ്പം കുഴപ്പമില്ല. ഇനി ഭാവിയിലേക്ക് എന്ത് വരുന്നൊന്നും അറിയില്ല. ഓൾക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ പറഞ്ഞു. കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു. ഇന്റർപോളിന്റെ സഹായം തേടി പോലീസ്. ഒളിവിൽ പോകാൻ രാഹുലിനെ സഹായിച്ച രാജേഷ് അറസ്റ്റിൽ. പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ പോലീസിന്റെ പ്രതികാര നടപടി. കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കിയത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ എന്ന ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. സോളാർ സമരം ഒത്തുതീർപ്പായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് അദ്ദേഹം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണം തള്ളി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആവശ്യപ്പെട്ടതെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ആരാദ്യം വിളിച്ചെന്ന് പറയാനില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്.
നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. സമരം പ്രായോഗികമല്ലെന്ന അഭിപ്രായം CPM നേതാക്കൾക്കുണ്ടായിരുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ്. VS അച്യുതാനന്ദന്റെ പിടിവാശി കാരണമാണ് സമരം ഉണ്ടായത്. ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂരുമായുള്ള ഫോൺ വിളിക്ക് സന്ദർഭം ഒരുക്കിയത് താനാണ്. തന്റെ ഫോണിൽ തിരുവഞ്ചൂർ വിളിച്ചു, ആ ഫോൺ ബ്രിട്ടാസിന് കൈമാറുകയായിരുന്നുവെന്നും സമരം അവസാനിപ്പിച്ചതിനു പിന്നിൽ പൊളിറ്റിക്കൽ ഡീൽ ഇല്ലെന്നും കേരളം കലാപഭൂമിയാകരുതെന്ന സതുദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ഈ സമരം പ്രായോഗികമല്ല. അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM-ന്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ് ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. ജോൺ ബ്രിട്ടാസുമായി ചർച്ച നടത്തിയെന്ന വാദത്തിൽ ഉറച്ച് ജോൺ മുണ്ടക്കയം. ഒത്തുതീർപ്പ് നിർദ്ദേശം വന്നത് CPM-ന്റെ ഭാഗത്തു നിന്ന് തന്നെയെന്നും ജോൺ മുണ്ടക്കയം. ബ്രിട്ടാസുമായി പലതവണ സംസാരിച്ച കാര്യം നിഷേധിക്കുന്നത് എങ്ങനെയാണ്? താൻ ഭാവനാ സൃഷ്ടിയാണ് നടത്തിയത് എന്ന് ബ്രിട്ടാസ് പറയരുതായിരുന്നു. ചർച്ചയെക്കുറിച്ച് പറയരുത് എന്ന് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടില്ല. തന്റെ ലേഖനം രാഷ്ട്രീയ വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും ജോൺ മുണ്ടക്കയം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. എനിക്ക് ജോൺ ബ്രിട്ടാസ് എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ജോൺ ബ്രിട്ടാസ് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. കാരണം അത്രമാത്രം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം ജോൺ ബ്രിട്ടാസിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? മാത്രമല്ല, ഞാനെന്തിനാണ് ഇങ്ങനത്തെ കള്ളം പറയുന്നത്? ജോൺ ബ്രിട്ടാസുമായിട്ട് എനിക്ക് യാതൊരു ശത്രുതയില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷെ ആകെയുള്ളൊരു സംഗതി, ജോൺ ബ്രിട്ടാസ് എന്നോട് ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എഴുതത്തില്ലായിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇത് 11 വർഷമായ കാര്യമാണ്. പക്ഷെ ഞാൻ സ്വമേധയാ തീരുമാനിച്ചു അത് പുറത്തൊന്ന് പറയണ്ട എന്ന് കരുതി. ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ് ഞാൻ ഈ പുസ്തകം എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സോളാർ കേസിന്റെ ചില കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതിയപ്പോൾ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാനതങ്ങ് പരാമർശിച്ചു പോയതാണ്. എനിക്ക് ജോൺ ബ്രിട്ടാസിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തണമെന്നോ പുള്ളിയെ ബുദ്ധിമുട്ടിക്കണമെന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഞാനൊരു ഭാവനാ സൃഷ്ടിയാണ് നടത്തിയതെന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം, അദ്ദേഹത്തിന് മേലുള്ള കമ്പൽഷൻ അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനല്ല, അദ്ദേഹം ഒരു പാർട്ടിയുടെ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യം, അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു പത്രപ്രവർത്തകനോട് ഇത് സംസാരിച്ചു, അങ്ങനെ ഈ കാര്യം പരിഹരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് അദ്ദേഹം ഞാനൊരു പാർട്ടിക്കാരനായി ഇടപെട്ടു, അപ്പോൾ പാർട്ടിക്കാരായ ചിലര് ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെറിയാൻ ഫിലിപ്പിന്റെ പേരിനകത്ത് കൊണ്ടുവന്നു. സത്യത്തിൽ ഇത് ഞാൻ പറഞ്ഞതാണ് സത്യം, അതല്ലാതെ വേറെ സത്യമില്ല. മോദി പ്രധാനമന്ത്രിയാവില്ലെന്ന് രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട്. NDAയ്ക്ക് 180 മുതൽ 200 സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് പല പ്രധാനമന്ത്രിമാർ ഉണ്ടാകില്ലെന്നും മോദിക്ക് രാഹുൽ ഗാന്ധിയുടെ മറുപടി. പ്രധാനമന്ത്രിയെ ഇന്ത്യ മുന്നണി തീരുമാനിക്കും. ഇന്ത്യ മുന്നണിയുടെ അജണ്ട സാധാരണ ജനങ്ങൾ തീരുമാനിച്ചതെന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട് പറഞ്ഞു. सबसे पहले दो चीजें हैं. एक, मुझे नहीं लग रहा है कि उनको 180-200 से ज्यादा मिलेगी. नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे, ये तो आप लिख के ले लीजिए मुझसे. मगर मेन जो मुद्दा है चुनाव का, ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया, जो इनके नेता कह रहे हैं, ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे, फेंक देंगे. रिजर्वेशन पे जो अटैक किया, बेरोजगारी, जो करोड़ों युवाओं को इन्होंने बेरोजगार किया. बहुत अच्छा चुनाव होगा हमारा, इंडिया की सरकार बनेगी. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ നീക്കം കടുപ്പിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്നാണ് ആവശ്യം. സംഘടനാ സംവിധാനത്തിലെ വീഴ്ചകൾക്ക് സുധാകരൻ മാത്രമല്ല ഉത്തരവാദി എന്നാണ് സുധാകര അനുകൂലികളുടെ നിലപാട്. KPCC അധ്യക്ഷനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ഉപാധിയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദ തന്ത്രം ചെലുത്തി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെയെത്തിയ കെ സുധാകരൻ ആ പദവിയിൽ തുടരുമ്പോഴും പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അത് സുധാകരനെതിരായ പോർമുഖം തുറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ശക്തമായ അമർഷം MA ലത്തീഫിനെ പാർട്ടി തിരികെ എടുക്കേണ്ട നടപടി കെ സുധാകരൻ റദ്ദാക്കിയതോടെ എ ഗ്രൂപ്പ് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി സുധാകരനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. MA ലത്തീഫ് അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ പരാതി നൽകുന്നത് എ ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പരസ്യ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്താതെ പാർട്ടി ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് അദ്ദേഹത്തിന് എ ഗ്രൂപ്പ് നേതൃത്വം നൽകിയിരിക്കുന്ന വിവരം എന്ന് തന്നെയാണ് സൂചന. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ തിരിച്ചടിയുണ്ടായാൽ അത് സംഘടനാ തലത്തിലെ ദൗർബല്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുധാകരനെതിരെ മാത്രം നടപടിയെടുക്കാനാവില്ല. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന നിലപാടിലാണ് സുധാകരൻ അനുകൂലികൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്ന സമ്മർദ്ദമുണ്ടായാൽ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിനെതിരെയും അത്തരത്തിൽ നടപടി വേണമെന്ന ആവശ്യമായിരിക്കും സുധാകരൻ പക്ഷം മുമ്പോട്ട് വെക്കുക. അതോടൊപ്പമാണ് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായി നിയമിതനായ കെ ജയന്തിനെതിരെയും പരാതിയുമായി ഇരു ഗ്രൂപ്പിലെയും നേതാക്കൾ രംഗത്തെത്തുന്നത്. KPCC അധ്യക്ഷനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് KPCCയുടെ പൊതുസംഘടനയിലടക്കം ഇടപെടൽ നടത്തിയത് കെ ജയന്താണ് എന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചതെന്ന പരാതിയാണ് ഉയരുന്നത്. സ്വാഭാവികമായി കെ ജയന്തിനെ KPCC പ്രസിഡന്റിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ സുധാകരന്റെ ഒപ്പമുള്ള നേതാക്കൾ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത്. അവർ നേരിട്ട് സുധാകരനെ കണ്ട ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്ന സാഹചര്യമാണ്. കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അതിന്റെ അവകാശവാദം ജയമാണുണ്ടാകുന്നതെങ്കിൽ അവകാശവാദം ആർക്കായിരിക്കുമെന്നറിയാൻ, അതല്ല എങ്കിൽ സംഘടനാ ദൗർബല്യത്തിന്റെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC അധ്യക്ഷനെതിരെ പോർമുഖം തുറക്കാൻ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ 21 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും, തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും, ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് 5 പേർക്കെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരം. സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും നൽകും. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഡെങ്കിപ്പനി പടരുന്നത്. സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ മഞ്ഞപ്പിത്തവും ബാധിച്ചിട്ടുണ്ട്. വെസ്റ്റ് നൈൽ കേസുകൾ 10 എണ്ണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും മുൻ വർഷത്തേക്കാൾ പനി ബാധിതരുടെ എണ്ണം ഈ വർഷം കുറവാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാസ്ഥ വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും വീണ ജോർജ് പറഞ്ഞു. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം അവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 കുട്ടികളാണ് ഉള്ളത്. അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പം സീരിയസ് ആയിട്ടുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത്. സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതലുള്ള, ഡെങ്കിയും ലെപ്റ്റോയും ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ തിരുവനന്തപുരമുണ്ട്, എറണാകുളമുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ജില്ലകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. കുടുംബത്തിന്റെ പരാതിയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോ ജോൺസണെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിരലിന് പകരം വായിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് അറിയിച്ചില്ലെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു.
വിരല് കട്ടയാനെ കയറ്റിയത്. പിന്നെ കൊണ്ടുവരുമ്പോൾ നാവിൻ്റെ ഇവിടെ ചോര കണ്ടിട്ടാണ് അറിഞ്ഞത് നാവിനാ ചെയ്തെന്നുള്ളത്. അന്നേരം തന്നെ പോയി ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞത് ഓൽക്ക് തെറ്റിപ്പോയി എന്നാ പറഞ്ഞത്. കുട്ടി കരഞ്ഞപ്പോൾ നാവിനടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞത്. ഇല്ല, ഓൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല. നല്ലോ സംസാരിക്കുന്ന കുട്ടി തന്നെയാണ്. ആ കഴിഞ്ഞ് പിന്നെ കുറച്ച് പത്തിൻ്റെ കഴിഞ്ഞപ്പോൾ കഴിക്കുകയും ചെയ്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതല്ലോ. ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഇനി ഭാവിയിലേക്ക് എന്ത് വരുന്നൊന്നും അറിയില്ല. സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്. ഓൽക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ പറഞ്ഞത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനി ഉമായിബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ചികിത്സാരേഖകൾ പരിശോധിക്കുകയും ഉമായിബയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറി. ഉമായിബയുടെ മരണത്തിൽ ബന്ധുക്കളുടെ ആക്ഷേപത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ MLA H. സലാം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകി. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. മൊഴി രേഖപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകി. കോടതിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മൊഴി രേഖപ്പെടുത്തും. തർക്കത്തിന് പിന്നാലെ പ്രാഥമികമായി മേയറിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന പരാതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കുസാറ്റ് ദുരന്തത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ് സമർപ്പിച്ചു. കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട കർശന മാനദണ്ഡങ്ങളാണ് ഏപ്രിൽ 9 സർക്കാർ ഉത്തരവിൽ പ്രതിപാദിക്കുന്നത്. കുസാറ്റിൽ യൂണിവേഴ്സിറ്റി അധികൃതരുടെ അശ്രദ്ധ മൂലമാണ് യുവാക്കൾ മരിച്ചതെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് അഡ്വക്കേറ്റ് RV ഗ്രാലൻ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജ്ഞാനായ യാക്കോബായ സഭാ സമുദായ മെത്രോപൊലീത്തയെ സസ്പെൻഡ് ചെയ്തു. അന്ത്യോക്യ പാത്രിയർക്കീസിന്റേതാണ് ഉത്തരവ്. ജ്ഞാനായ യാക്കോബായ സമുദായ മെത്രോപൊലീത്ത ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. യോഹാൻ മെത്രോപൊലീത്തയുടെ മൃതദേഹം 19-ന് കേരളത്തിലെത്തിക്കും. 19-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുവരും. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, എങ്ങനെയാണ് വിലാപയാത്രയുടെയും മറ്റ് തുടർന്നുള്ള ചടങ്ങുകളുടെയും കാര്യക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്? ആര്യ ബിലീവേഴ്സ് ചർച്ചിന്റെ ഈസ്റ്റേൺ സഭാധ്യക്ഷൻ യോഹാൻ മെത്രോപൊലീത്തയുടെ മൃതദേഹം 19-നാണ് കേരളത്തിലെത്തുക. 19 ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ മൃതദേഹം എത്തിച്ചേരും. തുടർന്ന് വിലാപയാത്രയെ തിരുവല്ലയിലേക്ക് കൊണ്ടുവരും. വൈകിട്ട് 5 മണിക്ക് തിരുവല്ലയിലെ പൗരാവലിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ നഗരത്തിൽ വാഹനം നിർത്തും. തുടർന്ന് 7:30 തിരുവല്ലയിലെ സഭാ സ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിക്കും. 8 മണി മുതൽ വിവിധ ഘട്ടങ്ങളിലായി ശുശ്രൂഷകൾ നടക്കും. തുടർന്ന് അടുത്ത ദിവസമാണ് പ്രദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 20-ാം തീയതി, അതായത് 20-ാം തീയതി രാവിലെ 9 മണി മുതൽ 21-ാം തീയതി രാവിലെ 9 മണി വരെയാണ് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ മൃതദേഹം പ്രദർശനം വെക്കുക. 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾ 21-ാം തീയതി 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. 1 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കും. ഇത്തരത്തിലാണ് ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും 19-ാം തീയതി എത്തുമെന്നുള്ളതാണ് സഭയുടെ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 19-ാം തീയതി രാവിലെ 9 മണിക്ക് സഭയുടെ പരമാധ്യക്ഷനായ യോഹാൻ മെത്രോപൊലീത്തയുടെ മൃതദേഹം കേരളത്തിലെത്തി. ആര്യ, ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാഹുലിനെ ഒളിവിൽ പോകാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായും പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ് പ്രതിയെ ഇപ്പോൾ ജർമ്മനിയിലെത്താൻ സഹായിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ
രാഹുൽ ഒളിവിലിരുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ താൻ വിദേശത്താണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. താൻ എവിടെയാണ് എന്നത് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജർമ്മനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കാണ് പോയത്. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് ജർമ്മനിക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ രാജേഷ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ ഈ ഭാര്യയെ മർദ്ദിച്ച സമയത്ത് രാഹുലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം പുലർച്ചെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ രാജേഷ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇയാൾ പറയുന്നത് ഇതിനകം തന്നെ ജർമ്മനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്റർപോളിനെ ഇക്കാര്യത്തിൽ സമീപിക്കുകയും ഒക്കെ ചെയ്ത് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അറിയിപ്പ് നൽകിയിരുന്നു. പ്രതി പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കൃത്യമായ ഒരു തടയുന്ന നടപടി ഉണ്ടാവണമെന്ന്. പക്ഷേ ഇതിനുശേഷം ഒരിടത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം ഈ ലുക്കൌട്ട് നോട്ടീസിന് മുമ്പ് പ്രതി പുറത്തേക്ക് കടന്നോ എന്നും അന്വേഷിച്ചിരുന്നു. അതിനും കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം കൃത്യമായി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും നാട്ടിലെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും ഈ പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകാനാണ് പോലീസ് ഒരുങ്ങുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരും. നമസ്കാരം, ലോകവാർത്തകളിലേക്ക് സ്വാഗതം. ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും തീവ്ര മഴയിലും ടെക്സസിൽ വ്യാപക നാശനഷ്ടം. മരണം 4. ടെക്സസിൽ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൈദ്യുതി ലൈനുകളിൽ കൂടി മരങ്ങൾ കടപുഴകി വീണതോടെ പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഹ്യൂസ്റ്റണിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. മിന്നലേറ്റ് ബഹുനില കെട്ടിടങ്ങളുടെ ജനാലകളും വാതിലുകളും പൊട്ടിത്തെറിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹ്യൂസ്റ്റണിലെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം അടച്ചു. വേൾഡ് ഫുഡ് പ്രോഗ്രാം റഫേൽ ഭക്ഷണ വിതരണം നിർത്തി. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ സുരക്ഷ മുൻനിർത്തി ഭക്ഷണ വിതരണം നിർത്തിയതായി UN ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. മെയ് 11 മുതൽ UNന്റെ ഭക്ഷണ വിതരണം നടക്കുന്നില്ലായിരുന്നു. ഖാൻ യൂനിസ്, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ പരിമിത തോതിൽ ഭക്ഷണ വിതരണം നടക്കുന്നതായും അധികൃതർ അറിയിച്ചു. റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം അനുഭവപ്പെടുന്നുമുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണികൾക്കെതിരെയുള്ള സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി ദക്ഷിണ കൊറിയയും അമേരിക്കയും വ്യാഴാഴ്ച സംയുക്ത വ്യോമ പ്രതിരോധ അഭ്യാസം നടത്തി. ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ 2 F-35 യുദ്ധവിമാനങ്ങളും US വ്യോമസേനയുടെ F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്ററുകളും ദക്ഷിണ കൊറിയയിൽ നടന്ന അഭ്യാസത്തിൽ പങ്കെടുത്തു. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും നയതന്ത്രം സ്തംഭിച്ചിരിക്കെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉത്തര കൊറിയ അടുത്തിടെ ആയുധ പരിഷ്കരണം വിപുലീകരിച്ചതും ശ്രദ്ധേയമാണ്. ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളിൽ സഹകരണം ഉറപ്പിച്ച് റഷ്യയും ചൈനയും. വെള്ളിയാഴ്ച ഹാർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിലെ റഷ്യ ചൈന സഹകരണത്തെ പ്രശംസിച്ചു. പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കൽ എന്നീ മേഖലകളിൽ റഷ്യയും ചൈനയും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായും നിലവിൽ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന സാങ്കേതിക പരിഹാരങ്ങൾക്കായി ഇരു രാജ്യങ്ങളുടെ ശാസ്ത്രമേഖല പ്രവർത്തിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. ചൈനീസ് നേതാവ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പുടിൻ വ്യാപാര സാംസ്കാരിക വിനിമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇരു രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായി വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പരിധികളില്ലാത്ത പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കി. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5630 രൂപ, പവന് 45,040 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോഗ്രാമിന് 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
വയസ്സിൽ